എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രയിലേക്ക്, പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുണ്യനദിയായ തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീരാമ ക്ഷേത്രങ്ങളൊന്നായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കർക്കിടക മാസത്തിലെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ടാണ് ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. ആ നാലമ്പല യാത്രയുടെ ആദ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രശസ്തമായ നാലമ്പല യാത്രയിലെ ആദ്യ തിരുസന്നിധി മീനൂട്ട് വഴിപാടും തൃപ്രയാറപ്പൻ്റെ അത്യപൂർവമായ ചതുർബാഹു വിഗ്രഹ ദർശനവും അങ്ങനെ ഒരുപാട് സവിശേഷതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ഈ മണ്ണ്. അപ്പോൾ വൈകുന്നില്ല, തൃപ്രയാറപ്പൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും അടുത്തറിയാനായി നമുക്ക് ഒരുമിച്ച് യാത്രയാവാം. ഞങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയത് ഏകദേശം 4 മണിയോടുകൂടി ആണ്. കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കത്തിൽ നല്ല തിരക്കായിരുന്നു. കാരണം നാലമ്പല യാത്രയുടെ ഭാഗമായിട്ട് ആദ്യം എത്തുന്ന ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങൾ ദർശനത്തിന് പോയത്. മഴ പെയ്യുമ്പോൾ ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഒരു വൈബാണ് നമുക്കവിടെ അനുഭവപ്പെടുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മീനൂട്ട്. ഈ മീനൂട്ട് നടത്തുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദിയിലാണ്. ഈ നദിയുടെ പേര് തീവ്ര നദി എന്നാണ്. ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തനും ഈ മീനൂട്ട് വഴിപാട് നടത്താറുണ്ട്. കാരണം ഇത് പിതൃ മോക്ഷത്തിനായിട്ടും എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ മുന്നിലെത്തിയാൽ നമുക്ക് മീനൂട്ടിനുള്ള റെസിപ്റ്റ് എടുത്ത് നമുക്ക് ഈ പുഴയിലുള്ള മീനുകൾക്ക് മീനൂട്ട് നടത്താം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഈ വഴിപാടുകൾ കഴിക്കാറുണ്ട്. നിരവധി ആളുകളാണ് ഈ കർക്കിടക മാസത്തിലും അല്ലാതെയും വന്ന് മീനൂട്ടും വഴിപാടും കഴിച്ച് തൃപ്രയാറപ്പനെ കണ്ട് തൊഴുത് മടങ്ങുന്നത്. ദർശനവും മീനൂട്ടും തുടങ്ങിയ വഴിപാടുകളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിനെ വലം വെച്ച് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആത്മീയമായ ചിന്തകൾ വളർത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ചില ആത്മീയ കാര്യങ്ങൾ അറിയുന്നതിനുമായി ഒരു വലിയ ബുക്ക് സ്റ്റാൾ തന്നെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ നമുക്ക് ഈ ബുക്ക് സ്റ്റാൾ അവിടെ കാണാൻ സാധിക്കും. നിരവധി ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കും. കർക്കിടക മാസത്തിലെ നാലമ്പല യാത്രയുടെ ഭാഗമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഞങ്ങൾ അടുത്ത ക്ഷേത്രങ്ങളിലായിട്ട് യാത്രയായി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ശ്രീരാമ ദർശനത്തിനു ശേഷം അടുത്തതായി നമ്മൾ പോകുന്നത് ഭരതസ്വാമിയുടെ ദർശനത്തിനാണ്. ഭാരതത്തിൽ തന്നെ ഭരത പ്രതിഷ്ഠയുള്ള വളരെ കുറച്ചു ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലടുത്തുള്ള കൂടൽമാണിക്യ ഭരതസ്വാമി ക്ഷേത്രം. സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയായ ഭരതൻ്റെ അനുഗ്രഹം തേടി എത്തിച്ചേരുന്ന ഭക്തർക്ക് ശാന്തവും പവിത്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. താമരമാല ചാർത്തുന്നതും മുക്കൂറ്റി നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. രാമരാജ്യത്തിനായി സ്വന്തം സുഖസൗകര്യവും ഉപേക്ഷിച്ച ഭരതൻ്റെ ഭക്തിയും ത്യാഗവും ഓർമ്മിക്കുന്നതാണ് ഈ ദർശനം. ഈ ക്ഷേത്രത്തിലും നമുക്ക് മീനൂട്ട് വഴിപാടായി നടത്താവുന്നതാണ്. ഈ ക്ഷേത്രത്തിനോട് തന്നെ ചേർന്ന് തന്നെ ഒരു വലിയ കുളമുണ്ട്. ഈ കുളം അറിയപ്പെടുന്നത് കുലൂബിനി തീർത്ഥക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ കുളമാണ് കുലൂബിനി തീർത്ഥക്കുളം. ഈ കുളത്തെ ചുറ്റിയാണ് നമ്മൾ ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിനായിട്ട് വെളിയിലോട്ട് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് മീനൂട്ട് വഴിപാട് നടത്താവുന്നതാണ്.
ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കാരണം മഴ ഇങ്ങനെ പെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ഭരതസ്വാമിയുടെ ദർശനത്തിന് ശേഷം ഈ ക്ഷേത്ര കുളത്തിനരികിലൂടെ നടന്നു പോരുന്നത് ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ ഉണ്ടാവുന്നേ അവിടെ ഫ്രണ്ടിലുണ്ടാവും അവിടെ. അതെ, പണ്ട് കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ ഹോമകുണ്ടം ഉണ്ടെന്ന് പറഞ്ഞു. ആ, ഒരു മഹർഷി എങ്ങാണ്ട് എന്നെ ഹോമം ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ചെയ്തേക്കണ എന്നെ കരിങ്കല്ല കിട്ടിയേക്കണ നോക്കില്ലേ. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം. കാരണം നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ ഒരു പ്രത്യേകത. കേരളീയ വാസ്തുകലയുടെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം. വൈകുന്നേരോ ശർക്കര, മറയൂർ ശർക്കര, പനങ്കൽക്കണ്ടം, അതൊക്കെയാ. പിന്നെ അതേ ഒറിജിനലാണോ? ഇത് വയനാടൻ ചുക്കുപൊട്ടി കേട്ടോ. വയനാടൻ പ്രകൃതി ചുക്കരിപ്പൊട്ടി പൊടി എടുത്തു നോക്കിയത് 70 രൂപ. വയനാടൻ പ്രകൃതി കമ്പപ്പൊടി ഒറിജിനലുണ്ടാകും. ചേച്ചി ഇത് എത്ര? ചേച്ചി ഈ പൊടി എത്ര? നിങ്ങളെവിടെയായിരുന്നു? നിങ്ങളെവിടെയായിരുന്നു? ഓ, ഇങ്ങനത്തെ ഒരു നാലമ്പലം ആദ്യമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ നിന്നോട്ട് ബ്ലോക്കാന്ന്, ആ ഗ്രൗണ്ട് നിറഞ്ഞു കിടക്കുന്ന ബ്ലോക്കാന്ന് നിൽക്കുകയാണ് ഈ വണ്ടി കൊണ്ട്. അതെ, ശത്രുഘ്നൻ, പായമ്മൽ ശത്രുഘ്നൻ. ഓ, കടക്കാർക്കല്ല ഇടങ്ങേറ കിട്ടും അല്ലേ? കച്ചവടം മൊത്തം പോവും. തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തിനടുത്താണ് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമുള്ളത്. 4 ക്ഷേത്രങ്ങളിൽ വെച്ച് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മാഹാത്മ്യം കൊണ്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പായമ്മൽ. മനസ്സിലെ ഭയങ്ങളും ശത്രുദോഷങ്ങളും അകറ്റി സമാധാനം നൽകുന്ന ദർശനത്തോടെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്നും പോരുന്നത്.
ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഈ നല്ല തരത്തിലുള്ള ക്യൂ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചക്രസമർപ്പണമാണ്. അതുപോലെ തന്നെ ശത്രുസംഹാര അർച്ചനയും കുടുംബാർച്ചന പോലുള്ള അർച്ചനകളും ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ്. ഞാൻ പുള്ളി വിളിച്ചിട്ട് പോകണത്തില്ല, വിജയേട്ടൻ വിളിച്ചിട്ട് പോകണത്തില്ല, വിജയേട്ടൻ ഞാൻ വിളിച്ചിട്ട് പോകണത്തില്ല. പായ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത്. ഒരു അപൂർവമായ കാഴ്ച കൊണ്ടാണ് ഞാൻ ഇത് പകർത്തിയത്. കാരണം ഇത്രയേറെ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മൾ കാണാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യസ്തമായ കാഴ്ച നിങ്ങൾക്കായി കിടക്കുന്നത്. നാലമ്പല യാത്രയിലെ 4ാമത്തെ ഘട്ടം ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടിയുള്ളതാണ്. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ് ഇത്. ഈ യാത്രയിലെ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. രാമന്റെ നിഴൽ പോലെ കൂടെ നിന്ന സഹോദര ധർമ്മം പാലിച്ച ലക്ഷ്മണന്റെ ദർശനം മനസ്സിന് വലിയൊരു ഊർജം ആണ് നൽകുന്നത്. ശാന്തമായ ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് താമര മൊട്ടും തുളസിമാലയുമാണ്. ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നും നമുക്ക് ഈ വഴിപാട് റെസിപ്റ്റാക്കി വാങ്ങിച്ച് നമുക്ക് തിരുനടയിൽ സമർപ്പിക്കാവുന്നതാണ്. അവരൊക്കെ എന്താ അവരെന്ത് പഞ്ചാരവളെ മേടിക്കാം, പഞ്ചാരവളെ കമ്മൽ മേടിക്കാം, പഞ്ചാരവളെ കമ്മൽ മേടിക്കാം. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ഓരോ ദിവസം 4 സഹോദരന്മാരെയും ദർശിച്ച് അനുഗ്രഹം വാങ്ങുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി വാക്കുകൾക്ക് അപ്പുറമാണ്. ഈ പുണ്യയാത്ര അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കൂ.